ഭൂരിഭാഗം ആളുകളും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ട്യൂബ്ലെസ് ടയറുകളാണ്. എന്തുകൊണ്ടാണ് ട്യൂബ് ടയറുകൾക്ക് പകരം ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ട്യൂബ് ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്കുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ഗുണം ട്യൂബ്ലെസ് ടയറുകളിലെ സാവധാനത്തിലുള്ള എയർ ലീക്കിംഗ് ആണ്. അതായത് ട്യൂബ്ലെസ് ടയറുകളിൽ പഞ്ചർ സംഭവിച്ചു കഴിഞ്ഞാലും ഉൾഭാഗത്തുള്ള വായു സാവധാനത്തിൽ മാത്രമാണ് ലീക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാഹനത്തെ ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ ട്യൂബ് ടയറുകളിൽ പഞ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായു ലീക്കായി പോവുകയും വാഹനം തള്ളി പഞ്ചർ ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ഗുണം ട്യൂബ്ലെസ് ടയറുകളുടെ കുറഞ്ഞ ഭാരമാണ്. ട്യൂബ് ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറിന് ഭാരം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ മൈലേജ് കൂടുന്നതിനും ഇത് കാരണമാകുന്നു. ഇതുകൂടാതെ ട്യൂബ്ലെസ് ടയറുകളുടെ അടുത്ത അഡ്വാൻറ്റേജ് അവയുടെ ബെറ്റർ കൂളിംഗ് കപ്പാസിറ്റിയാണ്. അതായത് ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കുന്ന വാഹനം അതിവേഗതയിൽ സഞ്ചരിച്ചാലും അവയുടെ ടയറുകൾ പെട്ടെന്ന് ചൂടാവുകയില്ല. ഇതിനുള്ള കാരണം ട്യൂബ് ഇല്ലാത്തതിനാൽ ഉള്ളിലെ വായുവിന്റെ താപം നേരിട്ട് റിമ്മിലൂടെ അന്തരീക്ഷത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ടയറുകളുടെ ലൈഫ് വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നു. എന്നാൽ ട്യൂബ് ടയറുകളിൽ ഉള്ളിലെ വായു പെട്ടെന്ന് ചൂടാവുകയും ഇത് ടയർ ബ്ലാസ്റ്റ് ആവുന്നതിനും ടയറിന്റെ ലൈഫ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഇനി നാലാമത്തെ ഗുണം ട്യൂബ്ലെസ് ടയറുകളിൽ പഞ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അവ എളുപ്പത്തിൽ തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരു പഞ്ചർ കിറ്റിന്റെ സഹായത്തോടെ നമുക്ക് തന്നെ ട്യൂബ്ലെസ് ടയറുകളുടെ പഞ്ചർ അടയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ട്യൂബ് ടയറുകളിൽ പഞ്ചർ അടയ്ക്കുവാൻ വേണ്ടി ടയർ ഊരുകയും ട്യൂബ് പുറത്തെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ദോഷങ്ങൾ കൂടി ട്യൂബ്ലെസ് ടയറുകൾക്കുണ്ട്. അവയിൽ ഒന്നാമത്തേതാണ് ട്യൂബ്ലെസ് ടയറുകളുടെ വില. ട്യൂബ് ടയറുകളെ അപേക്ഷിച്ച് ട്യൂബ്ലെസ് ടയറുകൾക്ക് വില അല്പം കൂടുതലായിരിക്കും. രണ്ടാമതായി ചെറിയ കേടുപാടുകളുള്ള റിമ്മുകളിൽ അല്ലെങ്കിൽ അല്പം പഴയ റിമ്മുകളിലാണ് ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവയിൽ നിന്നും എയർ ലീക്കായി പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എയർ ഫില്ല് ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. എന്നാൽ ട്യൂബ് ടയറുകളിൽ എയർ നിറയ്ക്കുന്നത് ട്യൂബുകൾക്കുള്ളിലായതിനാൽ ഈ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.